തൊഴിലവസരങ്ങൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ റെയിൽവേ റിക്രൂട്ട്മെൻറ്റിലെ 2424 അപ്രൻറ്റീസ് ഒഴിവുകളെ പറ്റിയുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. എന്ന് തന്നെ പറയട്ടെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് തത്സമയം ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. വെസ്റ്റേൺ റെയിൽവേയിൽ അപ്രൻറ്റീസുകൾക്ക് 2424 ഒഴിവുകളാണുള്ളത്. ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്രൻറ്റീസുകളെ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്താണെന്നുള്ളത് നോക്കാം. 10ാം ക്ലാസ് പരീക്ഷയോ അല്ലെങ്കിൽ +2 കുറഞ്ഞത് 50% മാർക്കോടെ വിജയിച്ചിരിക്കണം. കൂടാതെ ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ബന്ധപ്പെട്ട ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ടുള്ള പ്രായപരിധി വരുന്നത് കുറഞ്ഞത് 15 വയസ്സ്, മാക്സിമം പ്രായം 24 വയസ്സ്. 24 വയസ്സ് കഴിഞ്ഞാൽ അത് അപേക്ഷിക്കാൻ അർഹരല്ല. അതുപോലെ തന്നെ നിയമാനുസൃതമായുള്ള പ്രായപരിധി ഇളവുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലേക്ക് അപേക്ഷിക്കുമ്പോൾ അപേക്ഷാ ഫീസ് വരുന്നത് ജനറൽ, EWS, OBC എന്നിവർക്ക് 100 രൂപയാണ്. SC, ST, PWD സ്ത്രീകൾ എന്നിവർക്ക് ഫീസില്ല. ഇത് ഓൺലൈൻ വഴി തന്നെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി തന്നെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, SBI ചെല്ലാൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. അതിന് മുൻപ് തന്നെ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. അവസാന ദിവസത്തേക്ക് കാത്തിരിക്കാതെ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സൈറ്റിന് പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഓഫീസുകളിൽ നേരിട്ട് പോയി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഞങ്ങളുടെ ഈ നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ വിളിക്കാവുന്നതാണ്. വിളിച്ച് ഓൺലൈനിൽ ഡീറ്റെയിൽസ് അയച്ചു തന്നാൽ ഞങ്ങൾ ഓൺലൈൻ വഴി തന്നെ രജിസ്റ്റർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.